ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചിന്നു, വാ. ഇവനെയൊക്കെ വീട്ടിൽ കയറ്റുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. വല്ലാത്തൊരവസ്ഥ തന്നെ. ആ ചന്ദ്രലേഖ, നരേന്ദ്രന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ആ നരേന്ദ്രൻ എന്ന് പറയുന്ന ആള് ഇവിടേക്ക് വന്നിട്ടുണ്ടമ്മേ. അയാളും ഈ വീടുമായിട്ട് എന്തോ ബന്ധമുണ്ട്. നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ അതോടെ എല്ലാം തീർന്നു. തലനാരിഴിക്കാം രക്ഷപ്പെട്ടത്. അയാള് പോകുന്നത് വരെ ഇതിനകത്തിരിക്കാം. അതേ ഒരു മാർഗമുള്ളൂ. Madam is calling. Come to kitchen. ഞാൻ വരാം. No, no. Come with me. കൊറേ നേരം ആയല്ലോ നീ ഈ ആലോചന തുടങ്ങിയിട്ട്. ഇത് നീ നേരത്തെ ആലോചിച്ചിരുന്നെങ്കില് മണിമാല ഇപ്പൊ എന്റെ കയ്യിലിരുന്നേനെ. ശ്രമിക്കാത്തോണ്ടല്ലോ ചേച്ചി. അവരതും കൊണ്ട് കടന്നു കളയുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. കരുതണമായിരുന്നു. രണ്ട് സ്ത്രീകളും ഒരു കിഴവനും നിന്നെ പറ്റിച്ച് മണിമാലയും കൊണ്ട് കടന്നു കളഞ്ഞുവെങ്കിൽ അത് അവരുടെ കഴിവ് കൊണ്ടല്ല, നിന്റെ കഴിവുകേട് കൊണ്ട്. 1000 ആവർത്തി നിന്നോട് ഞാൻ ചോദിച്ചു എല്ലാം ഓക്കെ അല്ലേന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? എല്ലാം നിന്റെ കയ്യില് ഭദ്രമാണെന്ന്. നിന്റെ മനസ്സിലും ആ വാശിയും ദേഷ്യവും ഉള്ളതുകൊണ്ടാ ഞാൻ ഒന്നിലും കേറി ഇടപെടാത്തത്. എന്നിട്ടിപ്പോ തലയും കുനിച്ച് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇതിപ്പോ എത്ര ദിവസമായി? നീ അതേക്കുറിച്ച് ഓർക്കെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ ചേച്ചി. 10ാം വയസ്സ് മുതല് എന്റെ ഉറക്കം കിടത്തുന്ന സ്വപ്നമായിട്ട് ഞാൻ എന്നെ കൊണ്ടു നടക്കുന്നതാ. എന്റെ കൈകൊണ്ട് ആ കിഴവൻ തമ്പുരാനെയും തമ്പുരാട്ടിയും തീർക്ക, അതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അത് ഞാൻ നടത്തി കഴിഞ്ഞു. രണ്ടാമത്തേത് മണിമാല കൈക്കലാക്കുക. എന്റെ അച്ഛന്റെ ജീവന്റെ വിലയുണ്ട് ആ മണിമാലയ്ക്ക്. അതിനി ആരുടെ കയ്യിലായിരുന്നാലും ശരി, അവരെ കൊന്നിട്ട് ഞാൻ അത് ചേച്ചിയുടെ കാൽക്കഴി കൊണ്ടുവെക്കും. അത് കഴിഞ്ഞിട്ടേ നരിക്ക് വിശ്രമമുള്ളൂ. ചന്ദ്രലേഖ ഉച്ചഭക്ഷണം തയ്യാറാക്കാനും ജ്യൂസും കൊണ്ട് ഈ പെൺകുട്ടി വരാനുമാണ് മാഡം പറഞ്ഞത്. നീ ഈ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്ക്, അല്ലെങ്കിൽ പിന്നെ മൊത്തം പുകയിലാവും. പിടിക്ക്. ഞാൻ ആലോചിക്കുന്നത് അതല്ല. ആ ശിവദാസനും കുടുംബത്തിനും മണിമാലയെക്കുറിച്ച് നന്നായിട്ട് അറിയാം.
അതിന്റെ പഴക്കവും അതിന്റെ വിലയും അറിയാവുന്ന അവര് അതിനെ എവിടെയെങ്കിലും വിൽക്കാൻ തീരുമാനിച്ച പിന്നെ ഒരിക്കലും എനിക്കത് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ ശിവദാസൻ എന്ന് പറയുന്നവന് അങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നതിന് മുമ്പ് അയാളെ കണ്ടെത്തി ആ മണിമാല കൈക്കലാക്കണം. ഇനിയുള്ള ഓരോ ചൂടും സൂക്ഷിച്ചില്ലെങ്കിൽ അത് അപകടമാണ്. മണിമാല അവരുടെ കയ്യിലാണെങ്കിൽ അത് ഞാൻ ഇവിടെ എത്തിക്കും. എന്റെ ബേബി. ചേച്ചി ആ നീ ഒന്ന് അവിടെ നിന്നേ. എന്താ നിന്റെ പേര്? എന്താ നിനക്ക് പേരില്ലേ? എന്റെ പേര് അത് ചിന്നു. പൊക്കോ. ആ നീ ആ ജ്യൂസ് എടുത്ത് കുടിക്കേ. ചിന്നു, തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? മനസ്സിലായില്ല. താൻ എന്തിനു ഓരോന്ന് ചെയ്ത് മനുഷ്യനെ പേടിപ്പിക്കുന്നേ? പേടിപ്പിക്കാനോ? ഞാനെന്ത് പേടിപ്പിച്ചെന്നാ? ചിന്നു എന്നാ പേരെന്ന് കേട്ടപ്പോ ഒന്ന് വിളിച്ചു നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ താൻ ഇപ്പൊ എന്റെ പേര് വിളിക്കണ്ട. ആ എന്നാ പിന്നെ ചേച്ചിന്ന് വിളിക്കാം. എന്നാ പിന്നെ കുട്ടിന്ന് വിളിക്കാം. ചിന്നുകുട്ടി. നാശം പിടിക്കാനായിട്ട്. അതെ, താൻ പറഞ്ഞു എവിടേക്കേ കേറി പോകുന്നേ? അതെ, ഞാൻ ഇവിടുത്തെ ആരാണെന്ന് അറിയോ? അറിയാം. ഇവിടുള്ള ആൾക്കാരെക്കാളും സ്വാതന്ത്ര്യം എടുക്കുന്ന ഈ വീട്ടിലെ ഡ്രൈവർ. ഞാൻ കണ്ടിട്ടുള്ള ഡ്രൈവർമാരൊക്കെ വീടിന് പുറത്ത് നിൽക്കാറാ പതിവ്. ഇയാള് മാത്രം എപ്പോഴും വീട്ടിലെ മുറികളിലും അടുക്കളയിലും. എടോ, മനുഷ്യനായാലേ കുറച്ചൊളുപ്പൊക്കെ വേണം. നിർത്തിക്കേ. ഞാനേ ഡ്രൈവർ ആണെങ്കിലും എന്നെ ഒരു മകനെ പോലെ രമമ്മ കാണുന്നത്. ഒരമ്മയുടെ സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട്. അതെന്നെ അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ടാ.